വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു കൊച്ചു കഥ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കഥ നമുക്ക് സിമ്പിളായ രീതിയിലൊന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഒരു കുഞ്ഞി കഥയാണ്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നെയ്മ് വെച്ചിട്ട് പറയുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള സെൻറ്റൻസിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കഥാപാത്രമായ വിമല എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം കേട്ടോ. വിമല ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലേക്ക് പോയി. ഒരുപാട് പേര്, അതിന് മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ, ഒരുപാട് പേര് സൗണ്ട് എക്കോ വരുന്നുണ്ട്, സൗണ്ട് ക്ലിയർ ആകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നില്ല, പിന്നെ അതുപോലെ തന്നെ വീടിനകത്താണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു എക്കോ ഉണ്ടാവും. പിന്നെ പുറത്ത് പോയിട്ടൊന്നും ക്ലാസ് എടുക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും മൈക്കൊക്കെ സെറ്റാക്കണം എന്നുള്ള തീരുമാനമുണ്ട്. ഇൻഷാ അല്ലാഹ് റെഡി ആകും. അപ്പോഴേക്കൊന്ന് ക്ഷമിക്കാം കേട്ടോ. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വിമല ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലേക്ക് പോയി. സെന്റൻസ് ശ്രദ്ധിക്കണേ. പക്ഷേ അടുക്കളയിൽ ഭക്ഷണം ഒന്നും ഉണ്ടായിരുന്നില്ല. വിമലക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു കുഞ്ഞി കഥയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അടുക്കളയിൽ സാധനങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ വിമല കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയി. വിമല കടയിൽ നിന്ന് ഒരു ജ്യൂസ് കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. എങ്ങനെയുണ്ട് കഥ? സൂപ്പർ അല്ലേ? അപ്പോൾ നമുക്കിതൊന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്ന് നോക്കാം. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? വിമല ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലേക്ക് പോയി. ആ ഒരു സെന്റൻസ് എങ്ങനെ പറയാം? വിമല പോയി. വിമല went to the kitchen. എന്തിനു വേണ്ടിയിട്ട്? to eat. ഭക്ഷണം കഴിക്കാനാണ് അല്ലേ? അപ്പോൾ ആ ഒരു സെന്റൻസ് കിട്ടിയല്ലോ. വിമല ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലേക്ക് പോയി. ഓക്കെ, പക്ഷേ അടുക്കളയിൽ ഭക്ഷണം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ. ഭക്ഷണം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ എന്ത് യൂസ് ചെയ്യാം? പാസ്റ്റ് ആയതുകൊണ്ട് there was എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, there was no എന്ന് പറയാം, ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അടുക്കളയിൽ ഭക്ഷണം ഒന്നുമില്ലായിരുന്നു എന്നാണ്. അതുകൊണ്ട് നമുക്കവിടെ nothing എന്ന് യൂസ് ചെയ്യാം. അപ്പം there was nothing food in the kitchen. Okay, there was nothing food in the kitchen. അല്ലേ? there was no food in the kitchen എന്ന് പറയാം. പക്ഷേ ഇവിടെ നമ്മൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ there was nothing food in the kitchen. കിച്ചണിൽ ഫുഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി പറയുന്നത് വിമലക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. വിമലക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. എങ്ങനെ പറയാ? അത് നമ്മളൊരു നെക്സ്റ്റ് സെന്റൻസ് ആക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൺജക്ഷൻ യൂസ് ചെയ്യണം. ഏതാണ്? ആൻഡ് എന്നുള്ള കൺജക്ഷൻ നമ്മൾ യൂസ് ചെയ്യണം. ആൻഡ് വിമല വാസ് വെരി ഹംഗ്രി. ആൻഡ് വിമല വാസ് വെരി ഹംഗ്രി. വിമലക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അടുക്കളയിൽ സാധനങ്ങളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് നോക്കിയപ്പോൾ അടുക്കളയിൽ സാധനങ്ങളൊന്നുമില്ലായിരുന്നു. എങ്ങനെ പറയാ? അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ, ശ്രമിച്ചപ്പോൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സോ വെൻ ഐ ട്രൈഡ് ടു മേക്ക് സംതിങ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അടുക്കളയിൽ സാധനങ്ങളൊന്നുമില്ലായിരുന്നു എന്നാണ്. അപ്പൊ എങ്ങനെ പറയൂ? അടുക്കളയിൽ സാധനങ്ങളൊന്നുമില്ലായിരുന്നു, ഇവിടെയും ഒന്നുമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ there was nothing in the kitchen. there was nothing in the kitchen. കിച്ചണിൽ ഒന്നുമില്ലായിരുന്നു, സാധനങ്ങളൊന്നുമില്ലായിരുന്നു. നെക്സ്റ്റ് സെന്റൻസ്. അപ്പോൾ വിമല കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയി. അപ്പോൾ വിമല കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയി എന്നെങ്ങനെ പറയാ? അപ്പോൾ നമ്മളൊരു സംസാരത്തിനിടയിൽ അപ്പോൾ അല്ലെങ്കിൽ എന്നിട്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് then എന്നാണ്. അപ്പോൾ അപ്പോൾ വിമല കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയി എന്നാണ്. എങ്ങനെ പറയും? അപ്പോൾ then വിമല went to shop. അല്ലേ? എന്തിനാ പോയത്? to buy things. സാധനങ്ങൾ വാങ്ങാൻ. ഓക്കെ, ഇനി പോയി. വിമല കടയിൽ നിന്ന് ഒരു ജ്യൂസ് കുടിച്ചിട്ടാണ്
വീട്ടിലേക്ക് വന്നത്. വിമല കടയിൽ നിന്ന് ഒരു ജ്യൂസ് കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അവിടെയും നമുക്കൊരു കൺജക്ഷൻ വേണം. ഏതായിരിക്കും? ആൻഡ് തന്നെ അല്ലേ. ആൻഡ് കെയിം ഹോം അല്ലേ. ആൻഡ് കെയിം ഹോം വീട്ടിൽ വന്നു. എന്തിനു ശേഷം? ആഫ്റ്റർ ഡ്രിങ്കിങ് എ ജ്യൂസ് ജ്യൂസ് കുടിച്ചതിന് ശേഷം. എവിടെ നിന്ന്? ഫ്രം ദ ഷോപ്പ് ഷോപ്പിൽ നിന്ന് അല്ലേ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കിട്ടിയല്ലോ. ഈ ഒരു കുഞ്ഞിക്കഥ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തല്ലോ. ഇനി എങ്ങനെ നമുക്കത് എഴുതാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് എന്താണ്? വിമല അടുക്കളയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയി എന്നാണ് അല്ലേ. വിമല went. വിമല പോയി. വിമല went to the kitchen. വിമല കിച്ചണിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. to eat. പക്ഷേ അടുക്കളയിൽ ഭക്ഷണമൊന്നുമില്ലായിരുന്നു എന്നാണ് അല്ലേ. but there was nothing. നോ എന്ന് വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം അല്ലേ. ഇല്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ there was nothing food. There was nothing food. ഭക്ഷണം ഒന്നുമില്ലായിരുന്നു ഇവിടെ. in the kitchen അടുക്കളയിൽ. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? വിമലക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു എന്നാണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു സെന്റൻസ് ആണ്. ഇതിനെ നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൻഡ് വിമല വാസ് ഉണ്ടായിരുന്നു എന്നാണ്. പാസ്റ്റ് ആണ് പറയുന്നത് അല്ലെ. കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത്. വിമല വാസ് വെരി ഹംഗ്രി. വിമലക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നെക്സ്റ്റ് സെന്റൻസ് എന്താണ്? വിമലക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അടുക്കളയിൽ സാധനങ്ങളൊന്നുമില്ലായിരുന്നു എന്നെങ്ങനെ പറയാ? അതുകൊണ്ട്. സോ when ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ശ്രമിച്ചപ്പോൾ എന്നാണ്. അപ്പോൾ when I tried എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ എന്നാണ്. അപ്പം when I tried to make something. something എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്നാണ്. സംതിങ് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അടുക്കളയിൽ ഒന്നുമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ there was nothing. ഈ ഒന്നും എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ nothing എന്ന് യൂസ് ചെയ്യാം. there was nothing in the kitchen. കിച്ചണിൽ ഒന്നുമില്ലായിരുന്നു. പിന്നെ went to the kitchen to eat but there was nothing food in the kitchen. പക്ഷേ ഫുഡൊന്നും അടുക്കളയിൽ ഉണ്ടായിരുന്നില്ല. and വിമല was very hungry. വിമലക്ക് ഭയങ്കര വിശപ്പായിരുന്നു. so when I tried to make something എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ there was nothing in the kitchen. കിച്ചണിൽ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ വിമല ഷോപ്പിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയി എന്നാണ് നെക്സ്റ്റ് സെന്റൻസ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ അത് വായിക്കാം. അപ്പോൾ വിമല സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ സംസാരത്തിന് ഇടയിലാവുമ്പോൾ then യൂസ് ചെയ്യാം. then വിമല went. വിമല പോയി to shop ഷോപ്പിലേക്ക്. എന്തിനു വേണ്ടിയിട്ട്? സാധനങ്ങൾ വാങ്ങാൻ. to buy things. സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വിമല ഷോപ്പിലേക്ക് പോയി. എന്നിട്ടോ വിമല ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു സെന്റൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആൻഡ് യൂസ് ചെയ്യാം. ആൻഡ് came home. വീട്ടിൽ വന്നു. ആഫ്റ്റർ ഡ്രിങ്കിങ് എ ജ്യൂസ്. ജ്യൂസ് ഒരു ജ്യൂസ് കുടിച്ചതിന് ശേഷം എവിടെ നിന്ന്? ഫ്രം ദ ഷോപ്പ്. അപ്പോൾ വിമലയുടെ ഒരു കുഞ്ഞു കഥ നമ്മൾ പറഞ്ഞു അല്ലേ. വിമല went to the kitchen to eat but there was nothing food in the kitchen and Vimala was very hungry. So when I tried to make something there was nothing in the kitchen. അടുക്കളയിൽ ഒന്നുമില്ലായിരുന്നു. Then അപ്പോൾ വിമല എന്താ ചെയ്തത്? Then വിമല went to shop and came home after drinking a juice from the shop.
ഇപ്പോൾ ഈ ഒരു കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ നമുക്കൊരു കുഞ്ഞു കുഞ്ഞു കഥയിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഈ വിമല എന്നുള്ളിടത്ത് നമുക്ക് ഏത് നെയിമും യൂസ് ചെയ്യാം. ഇനി ഞാൻ എന്ന് പറയാം, അവൾ എന്ന് പറയാം, അതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്തിട്ട് സെൻറ്റൻസിൽ കുറഞ്ഞ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ല സെൻറ്റൻസുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.